ഒന്നാമത് കത്രിയല്ല, അത് മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രിയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പം അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും. എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക. ഇത് പാക്കും ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖത്തിന് അതിൻ്റെ വേദനയായിരുന്നു. ഈ സർജറി ചെയ്തത് അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എടോ, ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഇൻസ്ട്രുമെൻ്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിൻ്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? ആ സ്റ്റാഫ് എഴുതണം, എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെൻറ്റിൽ അത് വന്നാൽ നല്ലതാണ്.